ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഹൃദയപൂർവ്വമായ ആസക്തിയും കഠിനാധ്വാനവും പ്രധാനമാണെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ഹോണറബിൾ ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അൻസാർ വിമൻസ് കോളേജിൽ അണ്ടർ ഗ്രാജുവേറ്റ് ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ രാത്തോട് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഫരിദ ജെ അധ്യക്ഷത വഹിച്ചു. വിവിധ വകുപ്പുകളിലെ ബിരുദധാരികൾക്ക് സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും സമ്മാനിച്ചു. തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അൻസാർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ വി മുഹമ്മദ്, ട്രസ്റ്റ് സെക്രട്ടറി ഇ.എ. കുഞ്ഞഹമ്മദ്, അൻസാർ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇ.എം. മുഹമ്മദ് അമീൻ, അൻസാർ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് കുട്ടി, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മസൂദ് അലി, അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഫിറോസ് ഇ.എം., മാനേജിംഗ് കമ്മിറ്റി അംഗം അബ്ദുൽ ഹമീദ് പി.വി., അൻസാർ വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആരിഫ് ടി.എ., IQAC കോർഡിനേറ്റർ ജൂബി ജോയ് സി, നാക് കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ധന്യ, വിവിധ വകുപ്പ് മേധാവികളായ മഞ്ജു കൃഷ്ണ വി.ആർ., സുബർണ കെ, നഷീദ, നദിയ കെ.വി., നിഷാന എൻ, ഡ്രീമി സാമു, മൂസീന മൂസ, നജ്മ, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ആമിന ഷാജി എന്നിവർ പങ്കെടുത്തു. യാപ്പിംഗ് ഓഫ് എ യാപ്പർ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തന്റെ ചുറ്റുപാടുകളെ കഥകളും കവിതകളുമാക്കി എഴുതിയ യുവ എഴുത്തുകാരി ജിസ്നയുടെ ആദ്യ പുസ്തകം പുറത്തിറങ്ങി. അക്കിക്കാവ് സ്വദേശിനിയും യുവ എഴുത്തുകാരിയുമായ വലിയ വളപ്പിൽ ജിസ്ന റസാഖിന്റെ ആദ്യ പുസ്തകമായ യാപ്പിംഗ്സ് ഓഫ് എ യാപ്പർ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് പ്രകാശനം നിർവഹിച്ചു. അൻസാർ ബിരുദദാന ചടങ്ങിൽ വെച്ചായിരുന്നു പ്രകാശന കർമ്മം നടന്നത്. പ്രിൻസിപ്പൽ ജെ ഫരീദ അധ്യക്ഷത വഹിച്ചു. വിദേശത്ത് പഠിച്ചിരുന്ന ജിസ്ന അൻസാർ വിമൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും അവാർഡ് ഏറ്റുവാങ്ങുവാൻ എത്തിയതുമായിരുന്നു. തന്റെ ചുറ്റുപാടുകളെയും വല്ലിപ്പ വല്ലിമ്മ തുടങ്ങിയ മുഴുവൻ കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണയെയും പാഠങ്ങളെയും ആസ്പദമാക്കിയുള്ള ഹൃദയസ്പർശിയായ കഥകളും കവിതകളും അടങ്ങുന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം ചെന്നൈ കേന്ദ്രമായുള്ള നോഷൻ പ്രസ്സാണ് നിർവഹിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈഡ് ഫിസിക്സിൽ PhD വിദ്യാർത്ഥിനി കൂടിയാണ് ജിസ്ന. റസാഖ് ആബിദ ദമ്പതികളുടെ മകളാണ്. ഏക സഹോദരി നാസ്മിൻ അൻസാർ സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിച്ചുവെന്നാരോപിച്ച് BJP ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം BJP ജനറൽ സെക്രട്ടറി പ്രതീഷ് ഐനിപ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ അധ്യക്ഷത വഹിച്ചു. BJP മെമ്പർ സിന്ധു അശോകൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി, വിനോദ് പണിക്കശ്ശേരി, മണ്ഡലം സെക്രട്ടറി വിനീത് കുറുപ്പേരി, പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ശുഭ വേലായുധൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറുമുഖൻ, നേതാക്കളായ കബിനി, ശശി, അജിൽ എന്നിവർ സംസാരിച്ചു. ആഗസ്റ്റ് 8-നാണ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ഒരുമനയൂർ പഞ്ചായത്തിലെ ഒറ്റത്തെങ്ങ് നഗർ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്നാൽ നോട്ടീസിൽ മുഖ്യാതിഥിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരുമുണ്ട്. കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കാത്ത പരിപാടിയാണിതെന്നും പ്രോട്ടോകോൾ പാലിക്കാതെ നോട്ടീസ് അടിച്ച് കേന്ദ്രമന്ത്രിയെ അവഹേളിച്ചതായും BJP പറഞ്ഞു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായി കത്തിയെങ്കിലും പെട്രോൾ പമ്പിന് അപായമില്ല. പമ്പിന്റെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലേക്ക് തീ പടർന്നിട്ടുണ്ട്. 6 ബസ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പുലർച്ചെ 3:00-ഓടെയായിരുന്നു സംഭവം. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ കാട്ടകമ്പാൽ സ്വദേശിയായ പ്രതിക്ക് 14 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കാട്ടകമ്പാൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി S. ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയെ ബൈക്കിലെത്തി തടഞ്ഞു നിർത്തി ശല്യം ചെയ്യുകയും കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ചെന്ന പെൺകുട്ടിക്ക് നേരെ കടയിലുണ്ടായിരുന്ന പ്രതി ലൈംഗികാതിക്രമം നടത്തുകയും സ്കൂളിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രതി നിരന്തരം ശല്യം ചെയ്തതിനെ തുടർന്ന് പെൺകുട്ടി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. തുടർന്ന് കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ A. അനൂപ്, TK പോളി എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിനിമോളും പ്രവർത്തിച്ചു. പട്ടിക്കര വട്ടമാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഏരിയ കമ്മിറ്റി അംഗം NA മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം പ്രവാസി സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PD അനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UV അനിൽ, മോഹൻദാസ് ഏലത്തൂർ, ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ MR മോനുട്ടി റിപ്പോർട്ടും PA റഫീഖ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി CI അനിൽ, സെക്രട്ടറിയായി PA റഫീഖ്, ട്രഷററായി
NM വിൽസനെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തെരഞ്ഞെടുത്തു. കരിക്കാട് കായരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലനിറ നടന്നു. ബുധനാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി ദിലീപ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും തുടർന്ന് ഇല്ലനിറയ്ക്കായി തയ്യാറാക്കിയ കതിർക്കറ്റുകൾ തലയിലേന്തി ക്ഷേത്രം പ്രദക്ഷിണം നടത്തി നടക്കൽ വെച്ചതിനു ശേഷം പൂജിച്ച് ഭഗവാനും ഉപദേവതകൾക്കും സമർപ്പിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രത്തിൽ ഇല്ലനിറയ്ക്ക് ശേഷം വരുന്ന നിറപ്പുത്തിരി നിവേദ്യം ചിങ്ങം 2-ന് നടക്കും. ഇല്ലനിറ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും മാതൃസമിതിയും നേതൃത്വം നൽകി. കോടാലി സ്കൂൾ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പരിസരവാസികൾ വലിയ ശബ്ദം ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നും കേട്ടിരുന്നു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടി വീണിട്ടുണ്ട്. അപകടം പുലർച്ചെയായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാകാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023-ലാണ്. കോസ്റ്റ് ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിന്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് കോസ്റ്റ് ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയം. ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. AC മൊയ്തീൻ MLA അനുവദിച്ച 50 ലക്ഷം രൂപയ്ക്കാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 6 ലക്ഷം ചെലവിട്ട് നവീകരിക്കുന്ന ഗ്രൗണ്ടിലെ സ്റ്റേജിന്റെ പണികൾ പുരോഗമിക്കുകയാണ്. മേഖലയിലെ വലിയ ഗ്രൗണ്ടുകളിൽ ഒന്നാണ് പഴഞ്ഞിയിലുള്ളത്. എന്നാൽ ഗ്രൗണ്ടിന്റെ നിരപ്പ് കൃത്യമല്ലാത്തത് കായിക താരങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. PTA പ്രസിഡന്റ് സാബു ഐനൂർ ഗ്രൗണ്ട് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് MLAക്ക് നിവേദനം നൽകിയിരുന്നു. അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കം. തൃശൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 69ാമത് തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് GHS കുന്നംകുളം സിന്തറ്റിക് ട്രാക്കിൽ ആരംഭിച്ചു. ജില്ലാ മീറ്റിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബിജു C ബേബി, ഗുഡ് ഷെപ്പേർഡ് CMA സ്കൂൾ പ്രിൻസിപ്പൽ റവറൽ ഫാദർ ലിജോ പോൾ, CMA കുന്നംകുളം GHSS പ്രിൻസിപ്പൽ PI റസിയ, പ്രൊഫസർ മീന രഘുനാഥ്, പ്രൊഫസർ നാരായണൻ നമ്പൂതിരി, സ്റ്റാൻലിൻ റാഫേൽ, തൃശൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ഹരിദയാൽ, ട്രഷറർ V ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 6 മുതൽ 9 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ 90 ക്ലബ്ബുകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 1500 കായിക താരങ്ങൾ ജില്ലാ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. മിനി, ജൂനിയർ, സീനിയർ മീറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത്. മീറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച കായിക താരങ്ങൾക്ക് ആഗസ്റ്റ് 16 മുതൽ 19 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ മീറ്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. ആഗസ്റ്റ് 9-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് MR സാംബശിവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മലപ്പുറം ഗവൺമെന്റ് VHSC സ്കൂളിലെ ഹയർ സെക്കൻഡറി VHSC NSS യൂണിറ്റുകൾ സംയുക്തമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കേരള പോലീസ് പോൾ ബ്ലഡ് പദ്ധതി എന്നിവയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന പരിപാടി മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹർഷാദ് TP ഉദ്ഘാടനം നിർവഹിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനു വേണ്ടി ഡോക്ടർ വിനു വിപിൻ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് PM മുജീബ് അധ്യക്ഷത വഹിച്ച പ്രോഗ്രാമിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ശ്രീകല L, VHSC വിഭാഗം പ്രിൻസിപ്പൽ ബിവാഷ് KB, NSS പ്രോഗ്രാം ഓഫീസർ മിനി സതീഷ് എന്നിവർ സംസാരിച്ചു. NSS വോളണ്ടിയർമാരും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും വിവിധ ക്ലബ് അംഗങ്ങളുടെയും സഹകരണത്തോടെ ഏകദേശം 60 യൂണിറ്റ് ബ്ലഡ് നൽകി. കുട്ടികളിൽ രക്തദാനത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നതിനുള്ള പദ്ധതിയായി തുടർച്ചയായി വിദ്യാലയത്തിൽ നടക്കുന്ന ഈ പദ്ധതിക്ക് ജനപങ്കാളിത്തം കൊണ്ട് പ്രസക്തിയേറെയാണ്.